ഹായ്, എല്ലാവർക്കും സോണീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ള കോഴികളെയൊക്കെ കാണിച്ചു തരാം. അവരുടെ ഭക്ഷണം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് കണ്ടോ, ഇതാണ്. ഞാനിത് തുറക്കുമ്പോഴേക്കും ഇങ്ങോട്ട് പുറത്തേക്ക് ചാടും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ തീറ്റ എടുത്തിട്ട് വരാം. ആദ്യം നമുക്ക് തീറ്റ എടുത്തിട്ട് വരാം. അല്ലെങ്കിൽ കണ്ടോ, ഇതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ ഫുഡ്. കണ്ടോ, കാണുന്നുണ്ടോ? ഇതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ സ്റ്റാർട്ടർ. ഇത് കുറച്ചുകൂടെ വലുതായ ഇതല്ല കേട്ടോ കൊടുക്കുക, വേറെയാണ് കൊടുക്കുക. ഇപ്പൊ ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത്ര കുഞ്ഞു തരിയുള്ള ഈ സ്റ്റാർട്ടറാണ് കൊടുക്കാം. നീ അങ്ങോട്ട് പോലെ ഇനി ഇത് കൊടുത്തു കഴിഞ്ഞ് നമ്മള് ഇതിനകത്ത് നമ്മളേ വെള്ളം വെക്കില്ലേ, വെള്ളം ഞാനിങ്ങനെ ഒരു പാത്രത്തിലാട്ടോ വെക്കുക. അപ്പൊ ഇവര് കുഞ്ഞുങ്ങൾക്ക് ഈ പാത്രം ഇതിലിങ്ങനെ കുടിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതിലൊരു പ്ലേറ്റ് ഉണ്ട് താഴെ, ആ പ്ലേറ്റില് അവർക്ക് വെള്ളം വെക്കുക. അപ്പൊ അവര് സൈഡ് കൂടെ അവരത് കുടിക്കും. പിന്നെ ഇതിന്റെയൊക്കെ പാത്രങ്ങൾ ഉണ്ട് കേട്ടോ, പക്ഷെ എനിക്കത് അത്ര കംഫർട്ട് അല്ല പാത്രങ്ങളൊന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെള്ളം വെച്ച് കൊടുക്കുക. പിന്നെ ഈ വെള്ളത്തിനകത്ത് അവർക്കൊരു വിമറാൾ എന്ന് പറഞ്ഞിട്ടൊരു വൈറ്റമിൻ്റെ ഒരു സംഭവമുണ്ട്, അത് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. കാണിച്ചു തരാം. പിന്നെ എപ്പോഴും ഇവരെ കൂട്ടിലുണ്ടാവുന്ന മറ്റൊരു സാധനമാണ് ഇത്, നമ്മുടെ എന്താ പറയാ അതിന്, വാഴപ്പിണ്ടി. ഇതെപ്പോഴും ഞാൻ കൂട്ടില് ഓരോ കഷ്ണം അങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പൊ ഇവർക്കൊരു നേരം പോക്കാണ്, അതിങ്ങനെ കൊത്തി കൊത്തി കഴിച്ചോളും. ഡെയിലി നമ്മൾ ഓരോ പിണ്ടി ഇങ്ങനെ വെട്ടിയിട്ട് ഇതിൽ കൊണ്ടുവന്ന് കൊടുക്കും കേട്ടോ. അമ്മയും മക്കളും കൂടി വൈകുന്നേരം വരെ അതിലിരുന്ന് കഴിച്ചോളും. ഈ കല്ലേ ഇത് ഞാൻ ഈ വെള്ളത്തിൽ വെക്കും, തട്ടി കളയാതിരിക്കാനാ. ഇവര് കുഞ്ഞു കോഴികൾക്ക് കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ നമ്മള് സ്റ്റാർട്ടർ കൊടുക്കണേ. വലിയ കോഴിക്കുള്ള തീറ്റ വേറെ കൊടുക്കണം കേട്ടോ. അപ്പൊ അവരത് കഴിക്കട്ടെ. നമുക്ക് അടുത്ത കൂട് കാണേ. ഇതാണ് നമ്മുടെ ഒരു കോഴിപ്പൂവൻ. ഇവൻ ഭയങ്കര ശല്യക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനെ നമ്മളെപ്പോഴും ഇതിനകത്ത് ഇടണേ. അപ്പൊ നമുക്ക് ഇവനെ അഴിച്ചു വിടാട്ടാ. മറന്നാൽ ഫീമെയിലേക്ക് വരുവേ. കണ്ട, പിന്നെ ഇച്ചിരി കുറുമ്പ് കൂടുതലാ. ഇനി ഇതിനകത്ത് ഒരാളുണ്ട്. ഇതാണ് ഒരാള്. അവളെ നമ്മള് അധികം ശല്യം ചെയ്യാൻ പാടില്ല. കാരണം അവള് മുട്ടയൊക്കെ വെച്ച് അടയിരിക്കുന്ന ആളാ. ഉണ്ടോ? അപ്പൊ അവളെ ശല്യം ചെയ്യണ്ട, അവളവിടെ ഇരിക്കട്ടെ. ഓ ഉണ്ടാ, നല്ല കൊത്തൂര്. ഇതാണ് അടുത്ത കുറുമ്പന്മാര്. ഇതിനകത്ത് 3 പേരേ ഉള്ളൂ കേട്ടാ. ഇവരെ 3 പേരെ ഞാനിത് കുഞ്ഞുങ്ങളാണ് ഇവരിതിനകത്തുണ്ട്. ഇറങ്ങടാ, ഓടാ, വാടാ, വാടി, ഇവിടെ വാ. അവളിറങ്ങിക്കോളും. അപ്പൊ കണ്ട, ഇവരുടെ കൂടിനകത്തും കണ്ട നമ്മളിങ്ങനെ അതുപോലെ ഈ പിണ്ടി നമ്മളിങ്ങനെ വെച്ചു കൊടുക്കും കേട്ടാ. അവരിങ്ങനെ നേരം പോക്കിന് രാത്രി എപ്പോഴൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചോളും. ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിന്റെ താഴെ ഒരു കൂടുണ്ട്, ഒരു നെറ്റ് വെച്ചിട്ട് ഒരു കൂടുണ്ട് കേട്ടാ. ഇതിലും ഇരിക്കുന്നത് ഒരു കുറുമ്പനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരാണ് നമ്മള് അധികം ഇങ്ങനെ ഞാൻ പുറത്തു വിടാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവര് 2 പേരും പുറത്തിറങ്ങിയാൽ എപ്പോഴും കൊത്തുകൂടി ഭയങ്കര ലഹളയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിലെ ഒരു ദിവസം ഒരാളെ പുറത്തു വിടും, അടുത്ത ദിവസം അടുത്ത ആളെ പുറത്തു വിടും. അങ്ങനെ ചെയ്യാട്ടാ, അല്ലെങ്കിൽ ഇവര് ഇവിടെ ആകെ പ്രശ്നമാക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വരൂ വരൂ മകനെ വരൂ. അല്ലേ, ഇത് കണ്ട, ഇവനാണ് ഒരാള്. ഇവൻ
ഇവനും അവനും കൂടെ കുറച്ച് ഉറുമ്പുള്ളത് കൊണ്ട് കണ്ട ഇവിടെയൊക്കെ ഇവർ ഇന്നലെ കൊത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവരനെ അധികം ഞാൻ അവരെ ഒരുമിച്ച് വിടില്ല. അപ്പൊ ഇവര് റെസ്റ്റ് എടുക്കട്ടെ ഒരാള് അല്ലേ. ഇന്ന് ഇവന് റെസ്റ്റാ, നാളെ ഇവനെ പുറത്തോട്ട് വിടും ഇല്ലടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ചെയ്യണേ. അപ്പോൾ എല്ലാവരും ദൈവാനുഗ്രഹത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു.